ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ്. ഡയറക്റ്റ് ടാക്സ് കോഡ്. എന്താണ് ഡയറക്റ്റ് ടാക്സ് കോഡ്? നിലവിലുള്ള ഇൻകം ടാക്സ് നിയമം പിൻവലിച്ച് അതിന് പകരം പുതിയ നിയമമാണ് കൊണ്ടുവരുന്നത്. അതാണ് ഡയറക്റ്റ് ടാക്സ് കോഡ്. കഴിഞ്ഞ 10-15 വർഷമായി നമുക്കറിയാം ഡയറക്റ്റ് ടാക്സ് കോഡ് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലാവുന്നത് ഉടനെ തന്നെ ഡയറക്റ്റ് ടാക്സ് കോഡ് നിയമം വരും എന്നുള്ളതാണ്. നിലവിലുള്ള സെൻട്രൽ ഗവൺമെൻറ് അധികാരത്തിൽ വീണ്ടും വരികയാണെങ്കിൽ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡയറക്റ്റ് ടാക്സ് കോഡ്. എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയാണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ അവരുടെ മാനിഫെസ്റ്റോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ദേ വിൽ ഇനാക്ട് ഡയറക്റ്റ് ടാക്സ് കോഡ്. അപ്പോൾ കേന്ദ്രത്തിൽ ആര് വന്നാലും ഡയറക്റ്റ് ടാക്സ് കോഡിന് വരാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്തിനാണ് ഡയറക്റ്റ് ടാക്സ് കോഡ് കൊണ്ടുവരുന്നത്? നിലവിലുള്ള ഇൻകം ടാക്സ് നിയമം കഴിഞ്ഞ 60 വർഷത്തിന് മേലെയായി പഴക്കമുള്ളതാണ്. കാലാകാലങ്ങളിൽ മാറ്റം കൊണ്ടുവരികയും ഇൻകം ടാക്സ് നിയമം കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്തു. അതിനാൽ തന്നെ ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിയമം പിൻവലിച്ച് അതിന് പകരം സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ഫോർമാറ്റിലുള്ളതും പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലും അതുപോലെ തന്നെ TDSലും കാര്യമായ മാറ്റം കൊണ്ടുവന്ന് പുതിയ കാലത്തിലേക്കുള്ള ഒരു നികുതി നിയമം, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ പ്രതീക്ഷിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ടിൽ ദെൻ, ബൈ.